ഹലോ ഗൈസ്, നമ്മളെ അമ്മായി എന്താക്കുന്ന അമ്മായിക്ക് ഇപ്പം ചോറ് വേണ്ടാന്ന് അമ്മായി ഇച്ചിരി കഞ്ഞി ആറ്റി കുടിച്ചാലോ. ഒരു തിരിയന് ഹായ് കഞ്ഞി കുടിച്ച് അമ്മായി കഞ്ഞി കുടിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. കുടിച്ചൊരു മേന്മയൊന്നും ആ ചോറിലില്ല. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. അല്ല 2 മണിയായോ? സത്യത്തെ 2 മണിയായി. നമ്മള് കുറച്ച് കടന്നങ്ങി ഉറങ്ങി. നമ്മൾ ഇന്ന് മുട്ടയും പച്ചച്ചോറാണ് നിങ്ങൾ വിചാരിക്കുന്നത്. മുട്ട റോസ്റ്റ് ഉണ്ട്. വാങ്ങട്ടെ. ഹലോ, നമ്മളപ്പോ പൂളക്കാരൻ വന്ന് അപ്പൊ പൂള വാങ്ങി നമ്മൾ ഇന്ന് പാൽക്കപ്പ ഉണ്ടാക്കും. ഇത്തിരി ചിക്കൻ കിട്ടിയാൽ എന്താണ് കപ്പ ബിരിയാണി ഉണ്ടാക്കാം അല്ലേ? ശരിയാ. അപ്പൊ നമുക്ക് ഇന്ന് ഇതൊക്കെയാണ് നമ്മളെ കറി. മുട്ട പൊരിച്ചത് ഇതൊക്കെ ഞാൻ കാണിച്ചില്ല. സ്പെഷ്യൽ കറിയാണ്. പുള്ളിയും ചെറിയുള്ളി മുളകും പുള്ളിയും മുളകും പൊടി വെളിച്ചെണ്ണയെല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഞരണ്ടി കുഴച്ച് അലിയിച്ചിട്ട് അതിങ്ങനെ ഇതിൽ പാർന്നിട്ട് നമ്മൾ ചോറുന്നാൻ പോകണേ. അമ്മായി ഇതിനൊക്കെ പ്രതീക്ഷിച്ചിട്ട് അമ്മായി വേഗം കഞ്ഞി ഒക്കെ കുടിച്ചു. എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ അമ്മായി ചോറ് തരണം. കാരണം അമ്മായിന്റെ ചോറ് അവിടെ കിടക്കുന്നുണ്ട്. കഞ്ഞി എന്തായാലും കുടിച്ച ഒരു മേനയൊന്നുമില്ല. നല്ല നമ്മളെ ചെമ്മീൻ കറി പോലെ ഉണ്ട് കേട്ടോ. തിന്നു കിടക്കുന്നത് രസം പറയാം. ഇങ്ങനെയൊക്കെ ഇന്ന് ഇവിടെ ആയത് എന്താ പറയാ, നമ്മളെ മറ്റാൾ ഇവിടെ ഇല്ല, എന്റെ മോ ഇവിടെ ഇല്ല. അപ്പൊ അവ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവരും. ചിക്കനോ മീനോ എന്തെങ്കിലുമൊക്കെ. നമ്മളെ ഉണ്ണേട്ടോട് വെച്ച് ഉണ്ണേട്ടൻ പറയും എന്തെങ്കിലും മതിയാ. പൈസ ഇവിടെ നമ്മൾ ഇങ്ങനെ എടുക്കല്ല. അപ്പൊ അത് നമ്മളെ ഉണ്ണേട്ടൻ ചോറന്നാ വരുന്നുണ്ട്. ചെമ്മീൻ കറി അങ്ങോട്ട് നല്ല രസമുണ്ട്. സാധനത്തെ മുട്ട പൊരിച്ചിട്ടുണ്ട്. ഒക്കെ ചെയ്യാനൊന്നുമില്ല. നമ്മള് സൂപ്പർ കറി കൂട്ടിട്ട് കേട്ടാ. പച്ച കുത്തിയ വിരുമാറിയാക്കും തിരുമ്പിട്ട് തിരി വന്ന മുഖം നടണ്ടാവില്ല. ടിവിന്റെ വെളിച്ചം അങ്ങോട്ട് ഫോണിലൊക്കെ അറിയും. അയ്യോ അങ്ങനെ ഇട്ടിട്ട് നല്ല ഇതുണ്ട്. നമ്മൾ ഇങ്ങനെയും ചോറ് തിന്നലുണ്ട് എന്നുള്ള ഞാനാണ്. എന്ത് ഞങ്ങൾ ബിരിയാണി ആട് വട്ട കോഴിക്കാണ് വേവി തിന്നണതെന്നൊക്കെ പരാതികളുണ്ട്. അതിനെക്കൊണ്ട് പരാതിയില്ല. കൊളസ്ട്രോളൊക്കെ വരും ഇതൊക്കെ എന്റെ ഫാമിലി പറയുന്നുണ്ട്. അതിനെക്കൊണ്ട് ഇല്ല, ഞാൻ ഇങ്ങനെയും തിന്നുന്നുണ്ട് കേട്ടോ. ചേച്ചിക്ക് ഒരു രാത്രി അപ്പം ഉണ്ണിയാറിന് എടുത്തുവെച്ചിരുന്നു. പിന്നെ ഉണ്ണിയാട്ട 2 കോഴി രാത്രി തിന്നു. ഉച്ചക്ക് തിന്നില്ല കേട്ടോ. ഇന്നലെ ഉണ്ണിയാട്ടൻ ബിരിയാണി. അതാണ് ഞാൻ ഇന്നലെ ഉണ്ണിയാട്ടൻ തിന്നണ. ഇല്ല, ഞാൻ ഉണ്ണിയാട്ടം അവിടെ ഇല്ലേനി. ഉണ്ണിയാട്ടൻ ഇന്ന് തൃശ്ശൂർ പോകുന്ന പറഞ്ഞതേനി. അപ്പൊ അതിന്റെ ഓട്ടപ്പാച്ചിലൊക്കെ ആയിരുന്നു ഉണ്ണിയാട്ടൻ. അപ്പൊ ഇന്നലെ ഉണ്ണിയാട്ടൻ 3 മണിക്ക് ശേഷം വന്നത്. പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ആളല്ല. പുറത്തുനിന്ന് എന്തോ കരയ്ക്ക് എന്തൊക്കെയാണ് കഴിച്ചത്. ബിരിയാണി ഏറ്റവും തിന്നതൊക്കെ സ്നേഹിതന്മാര് പറയുന്ന കേട്ടല്ലോ കേട്ടോ. ഇന്നലെ നിങ്ങൾ ഇന്ത്യയിൽ ഒരു പിടി തിന്നില്ലേ എന്റെ ബിരിയാണി എന്നൊക്കെ ചോദിക്കുന്നില്ലല്ലോ. സത്യം പറഞ്ഞോളെ. ബിരിയാണി ഞാനും ഇഷ്ടമല്ല. സ്നേഹിതന്മാര് ബിരിയാണി ഒന്നും പോയി എനിക്ക് വേണ്ടാറുണ്ടോ. ഓരോന്നും തിന്നുണ്ടാവില്ല.
മുളകും പുളിയും ചാലിച്ച കറി ഒന്ന് രാവിലെ ഒരു ജഗ് ചെറിയ ജഗ്ഗിന് ഒരു ജഗ് തിളപ്പിച്ചോ. അപ്പൊ നമ്മള് കപ്പ ബിരിയാണി ആയിട്ട് വരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ. ഇതാ ഇത് തീർന്നില്ല, തീർന്ന വരെ അവിടെ വെയിറ്റ് ചെയ്തോളൂ. നമ്മള് മുട്ട ഉണ്ടാകുമ്പോൾ എന്തിനാ സങ്കടപ്പെടുന്നത് എന്നിട്ടോ. ഇത്തിരി മത്തി കിട്ടിയില്ലേ കേട്ടോ, മത്തിയും കോഴി മെക്കിന് പൂളം അവിടെ വാങ്ങി വെച്ചിട്ടില്ല. മഞ്ചക്കാട് പോയിട്ട് ഇമ്പക്കുണ്ടാവും. അങ്ങനെ ബിരിയാണി തിന്നിട്ട് ഛർദ്ദിച്ചോന്ന് എനിക്ക് ബിരിയാണി കൊടുക്കൂല. ഒരിക്കൽ ഞാൻ ബിരിയാണി ചോറും കൂടി മിക്സ് ആക്കിയിട്ടാ കൊടുക്കാറ്. ഇന്നലെ വെറും ബിരിയാണി കൊടുത്തായിരുന്നു. രക്ത തിന്നാണ്ട് ഓടിപ്പോന്നാൻ ഇനി 3 പിടി തിന്നിട്ട് ബാക്കി ജിയു തിന്ന് ജിയു അങ്ങനെ തന്നെ ഇതാക്കി. പിന്നെ രാത്രി ആകുമ്പോ ചക്കര വരച്ചിട്ട് കുറെ പെരുകിരി കൊണ്ടിട്ടു. അപ്പൊ ഇനി ഇങ്ങനത്തെ ഒരു ദുരന്തം വരുമ്പോ അത് ഇതാകും. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഏതൊരു ഗവൺമെന്റ് ആയിക്കോട്ടെ എന്തൊക്കെ കാര്യങ്ങൾക്ക് പണം കൊടുക്കുന്നുണ്ട് ഇതിന് ഏറ്റവും ലേറ്റസ്റ്റ് കറി കറി ഇഷ്ടം കൊണ്ടാണ്. എല്ലാരും ചോറിന് കഴിക്കണം. നമ്മള് കപ്പ ബിരിയാണി ആയിട്ട് വരുന്നത്. ഗുഡ് നൈറ്റ് വീഡിയോ. നമ്മുടെ അമ്മയ്ക്ക് മുട്ട പിരിക്കണം ചോറ്. വെറുതെ പറഞ്ഞാൽ കഞ്ഞി പിടിച്ച് കഞ്ഞിയിൽ ചോറിന് അരി ഇതിട്ട് നമുക്കറിയില്ല. പൊങ്ങിക്കണക്ക് മുട്ട താന്ന് പോകണം. ഇനി നമുക്ക് പൂള മുറിക്കാം. ഹലോ ഗൈസ്, നമ്മളെ പൂള ചളിയിലാണ്. അപ്പം നമുക്കതൊക്കെ ഒന്ന് കടലാസിട്ട് തേച്ച് കഴുകേണ്ടതുണ്ട്. പച്ചക്കുത്തേവിരി മാറിൽ മെച്ചയാക്കും നിന്റെ പിച്ചക ഭൂമിയെ ഞാൻ സ്വന്തമാക്കും. ഇത് നന്നായി കഴുകുന്നത്. കൈ പിടിക്കണതാണ് വരെ കൊല്ലാതെ കൊല്ലുന്ന പൂമാരൻ, നമ്മെ കൊല്ലാതെ കൊല്ലുന്ന പൂമാരൻ. മുല്ലപ്പും വള്ളിലോ കൂത്തിക്കവിളിലോ ിലോ ഞാൻ മയങ്ങി. ഏലമണിക്കാട്ടിലെ നമ്മളെ പൂളക്കുട്ടൻ നമുക്ക് പിന്തരക്കുട്ടന്മാരാക്കിയതിന് ശേഷം നമുക്ക് പൊളിക്കണം കേട്ടോ. ചളി അയ്യോ അതൊക്കെ നമ്മളെ കയ്യിലാവും, പിന്നെ പൂളയിലാവും. അതാണ് ആദ്യം നമ്മളിതിങ്ങനെ കഴുകി വെക്കേണ്ടത്. നമ്മുടെ അടുക്കളൻ്റെ ഒരു അലങ്കോലപ്പെടൽ കണ്ടോ, ഒക്കെ കോലപ്പെട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പൂള കഴുകി. അയ്യോ പൂള മുറിച്ചതാണ് ഗൈസ്, പൂള മുറിച്ചതാ. നമ്മളെ അമ്മായി ഒറ്റയ്ക്ക് ചോറുന്ന കേട്ടോ. ഞാൻ നിർബന്ധിച്ച് തിന്നാണ്, വേണ്ട പറഞ്ഞേന്. നമ്മൾ പൂള നന്നാക്കാൻ പോകുന്നു. ഹലോ ഗൈസ്, നമ്മൾ വൈകുന്നേരത്തെ ചായ എല്ലാം കാച്ചി നമ്മളെ ഡവറയിലാണ് ചായ കാച്ചിയത്. നമ്മളിതാ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. കരണ്ടടുപ്പിന്മേലായതുകൊണ്ട് ജഗ് തന്നെ വെച്ച് കൊടുത്തു. നമ്മൾ 1/2 കിലോ ചിക്കൻ വാങ്ങി. നമ്മുടെ മറ്റാൾ വന്നു മോൻ, അപ്പോൾ അത് വാങ്ങിക്കൊണ്ട് തന്നു. അപ്പോൾ നമുക്ക് കപ്പ ബിരിയാണി തന്നെ വെക്കാം. നമ്മളെ പണിയെല്ലാം കഴിഞ്ഞ് ഇനി ഇതും കൂടി ഉള്ളൂ. അപ്പോൾ ക്ലീനായി നമ്മളൊരു തേങ്ങ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് അറിയാം. ഇത് ഞാൻ ഉള്ളി ഇതൊക്കെ പൊളിച്ചിട്ട് ഈ തോല് സേവ് ചെയ്തിരിക്കണം കേട്ടോ. മുട്ടത്തോട് ഉള്ളിത്തോലൊക്കെ. എന്നിട്ട് ഇത് കുറച്ചായി കഴിഞ്ഞാൽ നമ്മളെ ചെടികൾക്ക് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ഈ അടുപ്പിൻ്റെ തുളയിനകത്തേക്ക് വെച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ തേങ്ങ പൊട്ടിക്കണം, എന്നിട്ട് ചിരവി കുറച്ച് പാലെടുക്കണം. അപ്പോൾ അതൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക്
നമ്മളെ പൂള വേവിച്ച് വെച്ചിട്ടുണ്ട് കാണിച്ചു. നമ്മളെ ഉണ്ണിയേട്ടൻ്റെ തൊപ്പിയാണ്. അപ്പോൾ അത് തിരുമ്പിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണക്കി എന്തുമേലിട്ടിട്ട് നമ്മൾ കുക്കർമേലിട്ട് ഉണക്കി. ഇപ്പം നമ്മൾ നിങ്ങളാരും ചെയ്യാറുണ്ടോ? നമുക്ക് ആദ്യം ഈ അടുപ്പുള്ള സമയത്ത് നമ്മൾ ഇവിടേക്ക് ഉണക്കാൻ വെക്കണം കേട്ടോ. പിന്നെ വീടെല്ലാം പുക പിടിച്ച് കാറടങ്ങി. അപ്പം പിന്നെ ഞാൻ അടുപ്പ് തീപിടിപ്പിക്കാറില്ല. അടുപ്പേ അടച്ച് എന്നോട് പറയണ അടുപ്പ് അടച്ച മഹാലക്ഷ്മി വീട്ടിൽ നിന്ന് പോയി എന്നാണ് എന്നൊക്കെ ഉണ്ണിയേട്ട ഇങ്ങനെ പുറുപുറി പറയും. അപ്പം നിങ്ങൾ വർക്കേരിയ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അടുപ്പ് ഉണ്ടാക്കി തന്നത് ഞാൻ അതിൽ ചോറും കറിയൊക്കെ വെക്കും. വീട് വൈറ്റ് വാഷ് ചെയ്യാനെ കൊണ്ട് കഴിയില്ല. കൊല്ലം ചെയ്യുന്നുണ്ട്, എന്നിട്ടും കണ്ടില്ല. കൊല്ലത്തിൽ എത്ര പ്രാവശ്യം ഞാൻ ചെയ്യുന്നത്, എന്നിട്ടും തന്നെ കണ്ടില്ല. അവിടെ മിക്സിൻ്റെ അവിടെ ചതച്ച് ചാറ് തച്ച്. അപ്പം നമ്മളെ പൂളൊക്കെ നല്ല വെണ്ണ പോലെ ഉണ്ട് കേട്ടോ. ഒന്നും പറയണ്ട. അപ്പം ബാക്കി ശേഷം കഴിച്ചു. ഹലോ, അപ്പം നമ്മൾ ഈ ചിക്കൻ്റെ അകത്തേക്ക് ഇതാ മഞ്ഞപ്പൊടി ഇട്ടു, നമ്മുടെ മുളകും പൊടി ഇട്ടു, മുളകും പൊടി. ഇനി നമുക്ക് ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടീൻ്റെ ടേസ്റ്റ് നമ്മളെ മോന് ഇഷ്ടമല്ല അറിയുന്നത്. നമ്മൾ എല്ലാത്തിലും മല്ലി ചേർത്തിട്ട് ആ ഇഷ്ടക്കേട് അങ്ങോട്ട് മാറ്റുക. അതാണ് നമ്മളെ പരിപാടി. ഇത് ഗരം മസാലപ്പൊടി എന്ന് വെച്ചാൽ ബിരിയാണി മസാലപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതിട്ടെടുത്ത് നമ്മൾ വന്ന സമയത്ത് ഇവിടെ കടുകിൽ വറവിടൂല. അത് ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാലും പറയണം, ഇത് പുതിയതായിട്ട് കാണുന്നവർ കേൾക്കാൻ വേണ്ടി പറയണം. ഞങ്ങളവിടെ ഞാൻ വന്നതിൽ ഈ ഉള്ളിയിലേ വരും വറവിടുള്ളൂ. അപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ കടുകിലാണ് ഞങ്ങളവിടെ വറവിടുക. ഉള്ളിയിലെ വറവിൻ്റെ ചോയ എനിക്ക് എന്തോ ഒരു ഫീൽ ചെയ്യാം. നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് ആദ്യമായിട്ട് മാറി നിൽക്കുകയാണേ. അപ്പം നേരിട്ട് പറയാം, ഇത് നമ്മൾ വെറും വെള്ളമല്ല, തേങ്ങ പൊട്ടിച്ച മായമില്ലാത്ത വെള്ളം, തേങ്ങ വെള്ളം. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് കേട്ടോ. നമ്മളിതിൽ ഇനി വേറെ വെള്ളമൊന്നും ചേർക്കില്ല, ഈ തേങ്ങ വെള്ളം മാത്രം. ഇതിൻ്റെ കണ്ടുപിടുത്താണ് ഗൈസ്. ഇനിയിപ്പോൾ ഈ ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ വെള്ളമാവും കേട്ടോ. അപ്പം നമ്മളിത് നമുക്ക് ഇത്തിരി തേങ്ങ ഒരു മുറിൻ്റെ എത്ര എടുത്തോളൂ കേട്ടോ. നമുക്ക് അരച്ച് ചേർക്കാമെന്ന് വിചാരിച്ച് പാലൊഴിക്കുന്നില്ല, അതൊരു മടിയാണ്. വെളുത്തുള്ളി 2 ചോള, ഉള്ളി, ഇഞ്ചി. നമ്മൾ ആ മുറി തേങ്ങയൊക്കെ ചിരവിട്ടോ. പോരായ്മ വന്നാലോ. നമ്മളെ ചിക്കൻ ഒന്ന് നോക്കാം. വെള്ളമായല്ലോ, വെള്ളമായില്ലേ. ഞാൻ ഇളക്കട്ടെ. നമുക്കിതിലേക്ക് ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. നല്ല വേവട്ടെ ചിക്കൻ. ചിക്കൻ്റെ കഷ്ണം നമുക്ക് തിന്നാൻ കിട്ടണ്ട, ഒക്കെ പോളയിലേക്ക് ലയിക്കട്ടെ. നമ്മൾ തേങ്ങ ചതച്ച് വെച്ചു. ഇത്തിരി നമ്മളെ വലിയ ജീരകം, പെരിഞ്ജീരകം ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം അത് വീഡിയോ പിടിക്കാൻ മറന്നുപോയി. കുഞ്ഞി ജീരകമാണ് അമ്മയ്ക്ക് പറ്റാത്ത, പെരിഞ്ജീരകം പറ്റും, നമുക്കും പറ്റും. നമുക്ക് എല്ലാ ജീരകവും പറ്റും, അമ്മയ്ക്കേ പറ്റാത്ത. ഹലോ, അപ്പം നമ്മൾ വിചാരിച്ച് ഈ കറി തിളച്ച് വരുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ പൂളയിലും അങ്ങോട്ട് ഒഴിച്ചിട്ട് കുക്കറിൽ വിസലടിപ്പിക്കുക. അപ്പോൾ നമ്മൾ ചിക്കനും വേവും, ചിക്കൻ എങ്ങനെ നന്നായി പൂളയിൽ പിടിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിക്കാൻ പോവാണ്. അയ്യോ, ചാറക്ക നല്ലോണ്ട്. നമ്മൾ ലേശം വെള്ളം ഒഴിച്ചിട്ടില്ലേ. അതാ. ഹലോ ഗൈസ്, അപ്പം നമ്മളിതെല്ലാം ഒഴിച്ച് നമ്മളിനി ഇത് അടയ്ക്കാൻ പോവാണ്. ഒന്ന് അമർത്തി വെച്ച് അടയ്ക്കാൻ പോവാണ്. അതിൻ്റെ മുമ്പേ നമ്മളൊരു ഫോട്ടോ എടുക്കുന്നത് നമുക്ക് തമ്മനെ കൊടുക്കാൻ. അതിനാണ് ഈ പൂള ഒന്ന് വേറെ തന്നെ വെച്ചതിൽ ചിക്കൻ മാത്രമായിരിക്കും. ഈ സൈഡിൽ നിന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കണം. അങ്ങനെ നമ്മളെ കപ്പ ബിരിയാണി ഇങ്ങനെ വേവാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ദം വെട്ടിക്കണം. പിന്നെ നമ്മൾ നെയ്യ് പാത്രം ഒരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്നലെ ബിരിയാണി ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയുള്ളതാണ് ബിരിയാണി ഉണ്ടാക്കിയതിൽ ബാക്കി ലേശമുള്ളതാണ്. അപ്പോൾ ഞാൻ അതൊന്ന് ഒരുക്കാൻ വെച്ചത് നമുക്ക് ലാസ്റ്റ് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതൊന്ന് തുറന്ന് നോക്കിയിട്ടോ. ചിക്കൻ മേലെ തന്നെ നിൽക്കണം. അപ്പോൾ അത് നമുക്കൊന്ന് അടിയിലേക്കാക്കിയിട്ട് നമുക്ക് ഒന്നും കൂടി ഓണാക്കാം. യെസ്, നമ്മൾ ഇതിലേക്ക് തട്ടണം. ഉരുളിയിലേക്ക് നമുക്ക് ഇത് ഒതുക്കിയതൊക്കെ ഇടണ്ടേ.
അപ്പോൾ നമ്മൾ അതിലേക്ക് തട്ടാൻ, ഇതിലിങ്ങോട്ട് തട്ടാൻ നമ്മളിപ്പോൾ തുറന്നത് നന്നായി വെള്ളം വറ്റിപ്പോയി അടി പിടിക്കുമായിരുന്നു. ഓൾറെഡി വെള്ളം മൊത്തം വറ്റി നമുക്ക് ചൂടുകൊണ്ട് കണ്ണ് കാണില്ല എന്ന് പറഞ്ഞ മാതിരിയായി. നമുക്കിനി ഈ അരപ്പം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അരപ്പിട്ടു, നമ്മളിതൊന്ന് കഴുകി വെച്ചു. ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ട് അപ്പം നമ്മൾ നെയ്യ് ഒരുക്കി. അപ്പം നെയ്യ് കുറവാണ്, അപ്പം നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ കൂടി കൂട്ടി ഇളക്കി നമുക്ക് ഇതിൽ യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ കളപ്പണികളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ നെയ്പാത്രം കാര്യമാണ് ഉരുക്കി ഇതാ നെയ്പാത്രവും ഉരുക്കിപ്പോയി. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ച് ദമ്മിട്ട് നമുക്ക് പോകാം. നമുക്ക് നൈറ്റിൽ ഫുഡ് നമുക്കിനി ഇതൊന്ന് സിമ്മിൽ വെച്ച് ദമ്മിടാം. ഓക്കെ, അമ്മായി ഹലോ, നമ്മളിപ്പോൾ സമയത്രയായി നോക്കട്ടെ, 6:45. നമ്മളിതാ കപ്പ ബിരിയാണി കഴിക്കണോ? കപ്പ ബിരിയാണി കഴിക്കാം. ചിക്കൻ ഇട്ട് സൂപ്പർ കേട്ടോ. നമ്മളെ കോഴി തന്നെ ചിക്കനാണ് കിട്ടിയത് കുറച്ച് തന്നെ. നമ്മളെ കട്ടൻ ചായ എന്തിനീ അമ്മ ചിക്കൻ തന്നുണ്ട്. ചിക്കൻ ഉണ്ട്. ആ അമ്മയ്ക്ക് ചിക്കൻ കിട്ടിയല്ലോ. കിട്ടിയാ? അതെ കിട്ടിയില്ലേ ചിക്കൻ? എന്നാടാ നെക്സ്റ്റ് എന്നാ കഴിഞ്ഞില്ല. എന്നാ തിന്നേ. ഒക്കത്തിനും വന്നു നോക്കും ചെയ്യൂ. തിന്നു. അതെന്തിനാ ബേബിയെ പൊളിട്ട? അതെങ്ങനെ കണ്ടത്? ഞാൻ കണ്ടില്ല, ഞാനാ കണ്ടില്ല. അപ്പൊ നല്ല രസം കേട്ടോ, സൂപ്പറായിട്ട്. അപ്പൊ ഇങ്ങനെ വെച്ചില്ല, നമ്മള് മത്തിയും പുളിക്ക വെച്ച് എങ്ങനെ വെച്ചില്ല കേട്ടോ, നല്ല രസമുണ്ട്. ഇറച്ചി കരഞ്ഞി പോകുമ്പോൾ ഞാൻ പിന്നെ ഇറച്ചി വേവിച്ചിട്ട് പിന്നെ എന്ത് ചെയ്തെന്ന് പറയാം, നല്ല വെള്ളം കുറ്റിയിട്ട് പിന്നെ ഉള്ളയിലേക്ക് വെച്ചിട്ട് കുക്കറിൽ വിസിലടിപ്പിച്ചു. അപ്പൊ നല്ലോ ഇറച്ചിയായി കിടന്ന് ഇറച്ചിയും പുളിയും കൂടി നന്നായി പഞ്ചാര അടിച്ച് നല്ല വൃത്തിക്ക് അലിഞ്ഞ് ലയിച്ചു പോയി അവര്. ഇവിടെ കറി തന്നുണ്ട്. ഓന് ഇറച്ചി എന്ന് പറഞ്ഞാല് ഓന് ഭയങ്കര ഇഷ്ടം. അത് ഓനിച്ച് കൊടുത്താ വേണ്ട, ഞങ്ങൾ തിന്നുമ്പോ അയിന്ന് കൊടുക്കണം അവന് ഇഷ്ടം. നമ്മളെ ഉണ്ണിയേട്ടന് 2 ചപ്പാത്തി കൊടുക്കണം, അല്ലെങ്കിൽ എനിക്കിത് വേണ്ട പറഞ്ഞാൽ ഞാൻ കുടുംബം ഒരു അരിക്ക് 2 ചപ്പാത്തി വെച്ചെടുത്താൽ തന്നു. അപ്പോൾ എന്നെ ഇഷ്ടമല്ല മനുഷ്യനതൊന്നും. നമ്മളെ മോൻ പറഞ്ഞു അവൻ ജിമ്മിൽ പോയി വന്നിട്ട് മതിയോ. അപ്പൊ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാന് അമ്മ കഴിച്ചോന്നു. അമ്മായി ഇപ്പൊ പോയി കിടക്കും. പിന്നെ ഞാനിതിന് കൊതിച്ചിരിക്കാം. പോയി വരുന്ന വരെ എനിക്ക് ക്ഷമയില്ല. അതറിഞ്ഞു വെച്ചാ നല്ല രസമുണ്ട് കേട്ടോ.
എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിന്നും. നമ്മൾ ഇറച്ചി പൂളൊക്കെ വെച്ചിക്കുന്നു, പക്ഷേ ഇറച്ചി ഇട്ടിട്ട് പൂള വെച്ച് ഞാൻ നല്ല വെച്ചിക്കുന്നു തോന്നുന്നു. ഇറച്ചിക്കറി കൂട്ടിയിട്ടും ഇറച്ചിക്കറിയും പൂളിയും ഒക്കെ തിന്നിക്കണം. ഞങ്ങൾ ഏറെ മത്തിയും പൂളിയൊക്കെ പിടുങ്ങാറുണ്ട്. അരിഞ്ഞിട്ടുണ്ടാല് സൂപ്പർ 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 അടിപൊളിയാണ്. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലെത്തിണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ, നല്ല മഴ അല്ലേ, കാറ്റും മഴയൊക്കെ. ഒരു 1:30 സമയത്തൊക്കെ അല്ലേ, 1:30 നമ്മുടെ ചോറ് കഴിഞ്ഞില്ലേ? ചോറിൻ്റെ മുന്നേ ഞാൻ കിടന്നു ഉറങ്ങി. ഞാൻ നന്നായിട്ട് ഉറങ്ങി. ഞാൻ ഉറങ്ങണപ്പോൾ അമ്മായി എന്ത് ചെയ്തു, പോയി കഞ്ഞി എടുത്ത് കുടിച്ച, കഞ്ഞി ആക്കി കുടിച്ചത് കേട്ടോ അമ്മായി. ഞാൻ കാലൊക്കെ നീട്ടി വെച്ചിരിക്കുക സ്ഥലമേലേക്കൊക്കെ. എന്നിട്ട് ആ ചോറ് അങ്ങനെ തന്നെ കഞ്ഞി ആറ്റി കുടിച്ച് ഞാൻ കണ്ടില്ല, കഞ്ഞിയൊന്നും ആറ്റി കുടിച്ചില്ല, ഒരു കരണ്ടി വറ്റത്തയക്കും. പിന്നെ ഞാൻ നിർബന്ധിച്ചൊരു കോരിച്ചോറ്. അപ്പോൾ നമ്മൾ തിന്ന് കഴിയാനായി. ഇത് മുഴുവൻ ടാറ്റാ, ലവ് യു. എല്ലാവരും വീട്ടിലെത്തിക്കുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിക്കണം. രാത്രി നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ട് ഒന്ന് ഫോൺ എടുക്കുമ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് നോക്കണം. നോക്കിക്കഴിഞ്ഞാൽ നോക്കണതിന് മുന്നേ ഒന്ന് ലൈക്ക് ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. ലൈക്ക് ഇടാൻ എല്ലാവരും മറക്കണുണ്ട്. കുറച്ച് എനിക്ക് കിട്ടണുള്ളൂ. എല്ലാവരും കണ്ടിട്ട് പോവാണ്. എന്താ ലൈക്ക് ഇടാത്തത്? ഞാൻ എല്ലാവർക്കും ലൈക്ക് ഇടുന്നുണ്ടല്ലോ. ഒന്ന് ലൈക്ക് ഇട്ടൂടെ പ്ലീസ്? ലൈക്ക് ഇടണേ. അപ്പോൾ ടാറ്റാ, ലവ് യു. നമ്മൾ ഇതും കൂടി വയലിട്ടേ നമുക്ക് നിർത്താം. നേരത്തെ കൊടുത്ത അമ്മയ്ക്ക് അമ്മയ്ക്ക് പേടി. അമ്മയ്ക്ക് എന്താ ദാസം വേഗം പോയി കിടന്നുറങ്ങിക്കായോ. അങ്ങനെ പറയും, ബേബി വേഗം തിന്നിട്ട് വേഗം പോയി കിടന്നുറങ്ങാൻ വയ്യായി വരില്ല. പൂളല്ലേ, ഗ്യാസ് ആവും. നമുക്ക് ഇവിടെ ഗ്യാസിന്റെ ഗുളിയൊക്കെ സ്റ്റോക്കാം. ഉണ്ണിയാട്ടുണ്ടാവും. ഉണ്ണിയാട്ടം പിന്നെ അത് സ്ഥിരം. വെച്ചെടുത്തോണ്ട് കൊട്ടല്ലേ? ഉണ്ടോ? ഉണ്ടെങ്കിൽ